ഞാൻ കുട്ടനാട്ടിൽ നിന്ന്. വരാലെന്നും വ്രാലെന്നും ഒക്കെ പറയും. അത് അവരവരുടെ വിദ്യാഭ്യാസം അനുസരിച്ച് കൃത്യമായിട്ട് എങ്ങനെ വേണേലും ഉച്ചരിക്കും. ഈ വരാലിനൊരു പ്രത്യേകത, വരാൽ എവിടെ ഉണ്ടെന്ന് നോക്കണമെങ്കിൽ അതിൻ്റെ പാർപ്പ് എവിടെയാണെന്ന് നോക്കിയാൽ മതി. പാർപ്പെന്ന് പറഞ്ഞാൽ ഈ വരാല് കുഞ്ഞുങ്ങളുണ്ട്. വരാല് പോകുന്നു, കുഞ്ഞുങ്ങൾ പോകുന്നു. ഇന്ന് നമ്മുടെ സഭയിലെ എല്ലാ മെയ് മാസം 1-ാം തീയതിയും ട്രാൻസ്ഫർ കാണുമ്പം വരാലും പാർപ്പും കളിയാണ് നടക്കുന്നത്. സംശയം ഉണ്ടായി 1-ാം തീയതി നോക്കിക്കോണം, വരാൽ ഏതാ പാർപ്പ് ഏതാന്ന് നമുക്ക് പെട്ടെന്നറിയാം. ചോദ്യം, ഇത് സഭയ്ക്ക് ഗുണകരമാണോ? വരാലിനേക്കാൾ ഭേദം കോഴിയാ. കാരണം കോഴി ഒരു പരുവം കഴിയുമ്പോൾ കൊത്തിപ്പറിക്കും. ഇത് 15, 16, 20 കൊല്ലമായാലും കൊത്തിപ്പിരിക്കില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മൊത്തത്തിൽ പറഞ്ഞ അപ്പൊ വരാലായാലും കോഴിയായാലും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ വിഭാഗീയത ക്രൂശിനെ വ്യർത്ഥമാക്കും, അതിലുപരി